കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായ സംസ്ഥാനത്തെ മനസാക്ഷിയെ ഞെട്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. CPM നേതാവും മുൻ MLA-യുമായ KV കുഞ്ഞിരാമൻ അടക്കം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പ്രതികൾക്കുള്ള ശിക്ഷ കൊച്ചി CBI കോടതി പ്രഖ്യാപിക്കും. 24 പ്രതികളിൽ 10 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും തെളിയിക്കപ്പെട്ടിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ശിക്ഷാവിധിക്കാണ് നമ്മൾ സാക്ഷ്യം ആകാൻ പോകുന്നത്. കാരണം വലിയ നിയമപോരാട്ടങ്ങൾ കണ്ട ഏതൊക്കെ തരത്തിൽ കേസുകൾ അട്ടിമറിക്കാമെന്ന് ഭരണ സംവിധാനങ്ങൾ തന്നെ തെളിയിച്ച അനവധി വാദമുഖങ്ങൾക്ക് വേദിയായ കോടതി പരിസരമാണ് നമ്മൾ അന്ന് കണ്ടത്. അതിനുശേഷം ഇപ്പോൾ ശിക്ഷാവിധിക്കായി കാത്തിരിക്കുന്നു. കുടുംബാംഗങ്ങളുടെ പ്രതികരണമടക്കം വന്നിരുന്നു. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. നവമി, 14 പ്രതികളാണ് ശിക്ഷ കുറ്റക്കാരായി കണ്ടെത്തിയത് കോടതി. അത് വളരെ നിർണായകമാണ്. കാരണം നമുക്കറിയാം, ഈ കേസിന്റെ നാൾവഴികളിലൂടെ സഞ്ചരിച്ചാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം, വീണ്ടും ക്രൈംബ്രാഞ്ച് ടീമിനെ മാറ്റുന്ന പശ്ചാത്തലം, ഈ അന്വേഷണത്തിലൊന്നും തൃപ്തിപ്പെടാതെ കുടുംബം വീണ്ടും കോടതിയെ സമീപിക്കുന്നു. CBI വരുന്നു. CBI നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്താത്ത പല മേഖലകളിലൂടെയും സഞ്ചരിക്കുന്നു. തുടർന്ന് CBIയുടെ ഇടപെടലിൽ CPM നേതാക്കളടക്കം നിരവധി ആളുകൾ പ്രതിയേർക്കപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. കുടുംബത്തിന് ഏതാണ്ട് സംതൃപ്തമായ ഒരു തീരുമാനം എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും പുറത്തു നിൽക്കുന്ന ആളുകൾ, അതായത് ഗൂഢാലോചനയിൽ പങ്കെടുത്ത നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ള വിശ്വാസം ഇപ്പോഴും ആ കുടുംബത്തിനുണ്ട്. ആ പിതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ നമുക്കത് വ്യക്തമായതുമാണ്. എങ്ങനെ നമ്മൾ കാണണം? കാരണം കേരള രാഷ്ട്രീയത്തിൽ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ശിക്ഷാവിധി കൂടിയാണല്ലോ ഇത്. രഞ്ജിത്ത്, 20 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിൽ 24 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 10 പേരെ കോടതി വെറുതെ വിടുന്ന സാഹചര്യം. ഇവരിലെ ശിക്ഷ എന്തായിരിക്കും, കോടതി ഇവർക്ക് നൽകുന്ന ശിക്ഷ എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. അതിൽ 11 മണിയോടുകൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. ശിക്ഷാവിധിയിൽ അതിലൊരു വിചാരണ വേണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ആ ഒരു വിചാരണ കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർക്ക് എന്ത് ശിക്ഷയായിരിക്കും നൽകുക എന്നതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. അതായത് നമുക്കൊരു 12 മണിയോടുകൂടി മാത്രം ഇവർക്കുള്ള ശിക്ഷ അതേത് വിധത്തിലാകുമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. 11 മണിയോടുകൂടി ഈ ശിക്ഷാ വിധിയിൽ ഒരു വാദം നടക്കും. ആ വാദത്തിന് ശേഷം മാത്രമായിരിക്കും ശിക്ഷാവിധി എന്ന് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 14 പ്രതികളാണ്. ഇതിൽ പ്രതിയാക്കപ്പെട്ടവരെല്ലാവരും CPMന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്. CPMന്റെ തന്നെ അനുഭാവികളാണ്, പ്രവർത്തകരാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ കേസ് പെരിയയിലെ ഇരട്ടക്കൊലപാതകം അത് സർക്കാരിനെയും CPMനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ളൊരു കേസ് കൂടിയായിരുന്നു. ഇതിലെ വിധി അതെന്താകും, ഇതിലെ ശിക്ഷാവിധി എന്താകുമെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഒന്നാം പ്രതി A. പീതാംബരനാണ്. പീതാംബരന് ഈ പ്രതികൾ, ഈ കൊല്ലപ്പെട്ട കൃപേഷും ശരത്ലാലിനോടും വളരെ വൈരാഗ്യമുണ്ടായിരുന്നു. അത് ആ കല്യോട്ടെ പെരിയയിലെ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ഇരുവരും വലിയ രീതിയിൽ പ്രവർത്തനമൊക്കെ നടത്തി വലിയ സജീവമായിരിക്കുന്നതാണ് പീതാംബരന്. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ പീതാംബരനെ ആക്രമിച്ച കേസിലെ പ്രതികൾ കൂടിയാണ് ഇരുവരും. ഇതിന്റെ ഒരു വ്യക്തി വൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കൃത്യമായി CBIക്ക് കോടതിയെ തെളിയിക്കാൻ കഴിയുകയും ചെയ്തു. ഒന്നാം പ്രതി ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കൊലപാതക കുറ്റം കൃത്യമായി തെളിയുകയും ചെയ്തു. അതോടൊപ്പം ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളും കൂടി കൃത്യമായി തെളിയിക്കുവാനും CBIക്ക് കോടതിയിൽ കഴിയുകയും ചെയ്തു. അതോടൊപ്പം ഇതിൽ ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കുടുംബവും പ്രതീക്ഷിക്കുന്നത്. വധശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കും എന്നൊരു വിശ്വാസത്തിലാണ് കുടുംബവും കാത്തിരിക്കുന്നത്. ഈ 10ാം പ്രതിയായിട്ടുള്ള T. രഞ്ജിത്തും 15ാം പ്രതിയായിട്ടുള്ള വിഷ്ണു സുര, ഇവർ രണ്ടുപേരും ഈ കുറ്റങ്ങൾക്ക് പുറമെ തെളിവ് നശിപ്പിച്ചതായും ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിനും ശ്രമിച്ചുവെന്നും കോടതി കണ്ടെത്തുകയും ചെയ്തു. ഇവർക്കും അതുകൊണ്ട് തന്നെ ഈ 10 പേർക്കും വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം മുൻ MLA KV കുഞ്ഞിരാമൻ, ഉദുമ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾ, ഈ 4 പ്രതികളും പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്ക് മേലും ചുമത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ പ്രതികൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് കുടുംബവും ആഗ്രഹിക്കുന്നതും കേരളവും ആഗ്രഹിക്കുന്നത്. കാരണം അത്രയേറെ കേരളത്തെ കണ്ണീരിൽ അണിയിച്ച 2 കൊലപാതകമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള
ചെറുപ്പക്കാരായിട്ടുള്ള 21, 24 വയസ്സ് മാത്രമുള്ള കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം, പിന്നീട് ആ കുടുംബത്തിന്റെ കരച്ചിൽ, ആ കുടുംബത്തിന്റെ നിയമ പോരാട്ടം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടതാണ്. അതിനിടയിൽ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയെ സമീപിക്കുന്നു. ഈ ക്രൈംബ്രാഞ്ചിന്റെയും പോലീസിന്റെയും അന്വേഷണത്തിലൊന്നും തൃപ്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ വരെ ഹൈക്കോടതിയിൽ ഈ CBI അന്വേഷണത്തിന് വേണ്ടി കുടുംബം ആവശ്യപ്പെടുന്നു. പക്ഷേ സർക്കാർ ആകട്ടെ സുപ്രീം കോടതിയിൽ വരെ ഈ CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് പോകുന്ന സാഹചര്യം. ഇന്ന് കൃപേഷിന്റെ അച്ഛൻ ന്യൂസ് 18നോട് പ്രതികരിച്ചതുപോലെ തന്നെ ഈ ഒരു നിയമ പോരാട്ട വഴിയിൽ അത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിക്കും സർക്കാരിനും എതിരായിട്ടുള്ള വലിയൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നമുക്കറിയാം CPM രാഷ്ട്രീയത്തിൽ എത്ര അലയൊലികൾ സൃഷ്ടിച്ച, പക്ഷെ അപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇവരുടെ പല കുടുംബ പരിപാടികളിലും ഇപ്പോഴും CPM നേതാക്കൾ പങ്കെടുക്കാറുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട അപ്പീലടക്കമുള്ള കാര്യങ്ങൾ CPM കേന്ദ്രങ്ങൾ ആലോചിക്കുന്നുമുണ്ട്. നമുക്കറിയാം സർക്കാർ ഖജനാവിൽ നിന്നൊക്കെ എത്ര കോടി രൂപ മുടക്കിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിയമപോരാട്ടം നമ്മുടെ സർക്കാർ നടത്തിയത്. പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുള്ള നിയമ പോരാട്ടത്തിന് തക്കതായ മറുപടി തെരഞ്ഞെടുപ്പുകളിൽ പിന്നീട് തെരഞ്ഞെടുപ്പുകളിൽ കാസർകോട്ടെയും കണ്ണൂരിലെയും വടകരയിലെയും മറ്റും ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നൽകിയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴും പാഠം പഠിക്കാത്ത ഒരു പാർട്ടി എന്ന് തന്നെ വേണം. കാരണം കൊലപാതക രാഷ്ട്രീയത്തെ നമ്മുടെ സമൂഹം എത്രത്തോളം പിന്തുണയ്ക്കുന്നുണ്ട് അത് മനസ്സിലാക്കാത്ത ഒരു പാർട്ടി എന്ന് വേണം ഈ ഘട്ടത്തിൽ കാണാൻ. കേരളീയ മനസാക്ഷി കേരളം മൊത്തം കാത്തിരിക്കുകയാണ്. അർഹിക്കുന്ന പരമാവധി ശിക്ഷ ഈ 14 പ്രതികൾക്കും ലഭിക്കണമെന്നുള്ള കാര്യത്തിൽ. KV ബൈജുവിനറിയാം. ബൈജു ഈ കേസിന്റെ ഓരോ നാൾ വഴികളിലും വളരെ വ്യക്തമായി തന്നെ ഒരു മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ പുറകെ പോയ ആളാണ്. ആ കുടുംബത്തിന്റെ വേദന കണ്ടതാണ്. ഈ യുവാക്കൾ എത്രത്തോളം സ്വാധീനമുള്ളവരായിരുന്നു ആ മേഖലയിൽ എന്നത് കണ്ടതാണ്. അതിനുശേഷം നടന്ന നിയമ നടപടികൾ കണ്ടതാണ്. അവിടെ CPM രാഷ്ട്രീയത്തിന്റെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ട്. കാരണം ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഈ കൊലപാതക കേസുകളുടെ കാര്യത്തിൽ ഇത്രത്തോളം നിയമപോരാട്ടങ്ങൾ നടത്തുകയും ആർജവത്തോടെ ഒരു കുടുംബവും 2 കുടുംബങ്ങളും അവരെ പിന്തുണച്ചുകൊണ്ട് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് പരമാവധി ആ തരത്തിൽ. അങ്ങനെ ഒരുപാട് ഓർത്തെടുക്കാനുണ്ട് ഈ കേസിന്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ബൈജുവിനെ പോലൊരു മാധ്യമ പ്രവർത്തകന്. രഞ്ജിത്ത്, തീർച്ചയായും 2019 ഫെബ്രുവരി 17 ആ കൊലപാതകം നടന്ന 7:45 തന്നെ ഞാൻ അന്ന് ഇവിടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ ഒരാളാണ്. അതിനുശേഷം പല സംഭവങ്ങൾ ഓരോ വഴിത്തിരിവും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ ഗ്രാമമാണ്. ഈ ഗ്രാമപ്രദേശത്താണ് ഉള്ളവർക്കാണ് ഇത്തരത്തിലൊരു അവസ്ഥ നേരിടേണ്ടി വന്നത്. പിന്നീട് കോൺഗ്രസ് നേതാക്കൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇവിടെ എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ തുടക്കത്തിൽ പോലീസ് അന്വേഷണം അതാണ് ഈ കേസിൽ ഏറ്റവും വഴിത്തിരിവായത്. ആ പോലീസ് അന്വേഷണത്തിൽ ആ കൃത്യമായ പ്രതികളെ കണ്ടെത്തുന്ന ദിശയിലേക്ക് പോകുമ്പോൾ ആ അന്വേഷണ സംഘത്തെ മാറ്റി പിന്നീട് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും പിന്നീട് അത് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയതോടുകൂടിയാണ് ഇത് മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് ഈ കുടുംബം വലിയ നിയമ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഹൈക്കോടതിയെ സമീപിച്ചതും CBI അന്വേഷണം ആവശ്യപ്പെട്ടതുമൊക്കെ. സംസ്ഥാന സർക്കാർ പരമാവധി CBI അന്വേഷണം തടയാനുള്ള എല്ലാ ശ്രമങ്ങളും, അതായത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 1,25,00,000 രൂപയാണ് ഇതിനുവേണ്ടി ചെലവാക്കിയത്. പക്ഷേ ആ കോടതിയിൽ നിന്നും കുടുംബത്തിന് നീതി ലഭിക്കുന്ന രീതിയിൽ CBI അന്വേഷണം ഉത്തരവിടുന്നു. പിന്നീട് നമ്മൾ കണ്ടത് CBI അന്വേഷണമാണ്. ആ CBI അന്വേഷണത്തിൽ CPMന്റെ ഉന്നത നേതാക്കൾ, അതായത് മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ കേസിൽ ഉൾപ്പെടുന്നതാണ്. അവരടക്കം CBI പ്രതി ചേർത്ത ആ പ്രതികളടക്കം ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനം. അതുതന്നെയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലുണ്ടാക്കിയത്. ഈ 1-ാം പ്രതി A പീതാംബരനെ CPM ആദ്യം തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് CBI അന്വേഷണം വന്നപ്പോൾ അത് ആകെ മാറി നേതാക്കളിലേക്ക് ഈ അന്വേഷണം എത്തുന്ന ഒരു ഘട്ടം വരികയാണ് ഉണ്ടായത്. ഏതായാലും ഈ ബ്ലോക്ക് പ്രസിഡന്റ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, ആ മണികണ്ഠന് വരുന്ന ശിക്ഷ അത് വളരെ പ്രാധാന്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്ഥാനം ഉൾപ്പെടെ ഒഴിവാവേണ്ടി വരും. നിരവധി സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ് ഈ 6ഓളം നേതാക്കൾ ഈ കേസിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ളത്. അവരുടെ സ്ഥാനങ്ങൾ ഒഴിയേണ്ടി വരും. അവർക്ക് ശിക്ഷ കാലയളവ് എത്രയാണ് ഇവർക്ക് വരുന്നത്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രതിരോധത്തിലാക്കുന്ന വസ്തുത അതാണ്. എന്തായാലും അതാണ് ഈ കുടുംബവും ഉറ്റുനോക്കുന്നത്. ഇതിൽ ഉന്നത ഗൂഢാലോചന ഉണ്ട്, അവരിപ്പോഴും പുറത്താണെന്ന ഒരു ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണ അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത്. ഈ 10 പേർ, വെറുതെ വിട്ട 10 പേർ, അവരും ഈ കുറ്റത്തിൽ ഉൾപ്പെട്ടവരാണ്. അവർ ഈ
ഗൂഢാലോചന ഉൾപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്കും ശിക്ഷ വേണം എന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് നിയമ പോരാട്ടം എന്തായാലും അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് പ്രതിഭാഗവും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് CK ശ്രീധരന്റെ അഭിമുഖം നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. അദ്ദേഹം പറഞ്ഞത് പ്രതികളെ ഓരോരുത്തരെയായി കോടതിയിൽ എത്തിക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഇപ്പോൾ പ്രതികളെ അല്പസമയം മുമ്പ് കോടതിയിൽ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ബന്ധുക്കളും അങ്ങോട്ടേക്ക് എത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പ്രതികളെ കോടതിയിൽ എത്തിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നവമി, തുടരാം. പ്രതികളെ എത്തിച്ചു കഴിഞ്ഞു, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിധിന്യായം കേൾക്കാൻ ഒരുപാട് ആളുകളുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാകുന്നു. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മറ്റും ബന്ധുക്കളടക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. രഞ്ജിത്ത്, പ്രതികളെ കോടതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അല്പസമയം മുമ്പാണ് പ്രതികളെ ഓരോരുത്തരെയായി കോടതിക്കുള്ളിലേക്ക് എത്തിച്ചത്. 11 മണിക്ക് തന്നെ ഈ ഒരു ശിക്ഷയിൽ മേൽ വാദം ആരംഭിക്കും. അതിനുശേഷം 12 മണിയോടുകൂടി നമുക്ക് എന്തായിരിക്കും ഇവർക്ക് നൽകുന്ന ശിക്ഷ എന്നതിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. ഈ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. കൃപേഷിന്റെ പിതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ശരത് ലാലിന്റെ മാതാവും സഹോദരിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ശരത് ലാലിന്റെ അച്ഛൻ പെരിയയിൽ തന്നെയാണ്, അവിടെ തന്നെയായിരിക്കും ഉണ്ടാകുക. ഇന്നിപ്പോൾ കൃപേഷിന്റെ അച്ഛനും ശരത് ലാലിന്റെ അമ്മയും സഹോദരിയുമാണ് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നത്. 11 മണിയോടുകൂടി തന്നെ ഈ നടപടികളൊക്കെ ആരംഭിക്കും. ഇതിലൊരു വാദം ആരംഭിക്കും. ആ വാദങ്ങൾക്ക് ശേഷമായിരിക്കും 12 മണിയോടുകൂടി അന്തിമ വിധി ഉണ്ടാകുക. നമുക്കറിയാം, ഈ കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികളായ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനാണ് 1-ാം പ്രതി. പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ CJ സജിയാണ് 2-ാം പ്രതി. KM സുരേഷ്, K. അനിൽകുമാർ, ജിജിൻ, ശ്രീരാഗ്, A. അശ്വിൻ, സുബിൻ എന്നിവരാണ് മറ്റ് പ്രതികൾ. ഇവർക്കൊക്കെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോടതിയിൽ തെളിയുകയും ചെയ്തു. അതോടൊപ്പം 10-ാം പ്രതിയായ T. രഞ്ജിത്ത്, 14-ാം പ്രതിയായ ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K. മണികണ്ഠൻ, 15-ാം പ്രതി വിഷ്ണു സുര, 20-ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരും കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 4 പേരെയും CBI പ്രതി ചേർത്ത 6 പേരെയുമാണ് കോടതി വെറുതെ വിട്ടത്. ഈ വെറുതെ വിട്ടവരെ അവർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കാട്ടിക്കൊണ്ടാണ് കുടുംബം വീണ്ടും അപ്പീലിനായി മേൽക്കോടതിയെ സമീപിക്കുവാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ശിക്ഷ അത് ഏത് വിധത്തിലാകുമോ അത് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും അപ്പീലിനായി പോകണമെന്ന കാര്യത്തിൽ നേതാക്കന്മാരായും ഒപ്പം പ്രോസിക്യൂട്ടറുമായും ഒക്കെ സംസാരിച്ച ശേഷം തീരുമാനമെടുക്കാമെന്നാണ് കുടുംബവും പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ നിർണായകമായ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ എന്തായിരിക്കും ഈ പ്രതികൾക്ക് വിധിക്കുന്ന ശിക്ഷ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. കോടതി നടപടികൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ആദ്യം ഈ ശിക്ഷയിന്മേലുള്ളൊരു വാദമുണ്ടാകും. ആ വാദത്തിന് ശേഷമായിരിക്കും എന്തായിരിക്കും ഇവർക്ക് അന്തിമമായിട്ടുള്ള ശിക്ഷ കോടതി നൽകുക എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഉറപ്പായും പ്രതികളും അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതും എന്തായാലും വരും മണിക്കൂറിൽ നമ്മൾ കാണേണ്ടി വരും. ഒപ്പം ഈ കുടുംബങ്ങളും എന്തായാലും ഇതിലൊരു അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത. അതും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ കൊലപാതകം തന്നെയായിരുന്നു പെരിയയിലേത്. ഈ കഴിഞ്ഞ തവണ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ഈ പ്രതികളോട് കോടതി ആരാഞ്ഞിരുന്നു, ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അപ്പോൾ ഈ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളും മുൻ MLA പറഞ്ഞത് തനിക്ക് പ്രായമായ അമ്മയുണ്ട്, അമ്മയെ നോക്കണം, അതുകൊണ്ട് ഈ ശിക്ഷയിൽ ഒരു ഇളവ് വേണമെന്നാണ് മുൻ MLA കോടതിയെ അറിയിച്ചത്. ഒപ്പം ഈ 15-ാം പ്രതിയായ വിഷ്ണു സുര പറഞ്ഞത് തനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാകുന്നത്, പിന്നെ കുടുംബത്തെ ആരെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് ശിക്ഷ ഇളവ് വേണം, തന്നെ വെറുതെ വിടണം, തനിക്ക് ഡിഗ്രി പഠിക്കണം, പട്ടാളക്കാരനാകണമെന്നാണ് ആഗ്രഹം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പ്രതികൾ പറഞ്ഞത്. അതോടൊപ്പം കോടതിയിൽ പൊട്ടിക്കരയുന്ന പ്രതികളെയും നമ്മൾ കണ്ടതാണ്. വധശിക്ഷ നൽകണമെന്ന് തനിക്ക് വധശിക്ഷ നൽകണമെന്ന് പറയുന്ന പ്രതിയെയും നമ്മൾ കോടതിയിൽ കണ്ടതാണ്. അങ്ങനെ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ തന്നെയായിരുന്നു ഈ കുറ്റക്കാരാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം കോടതി മുറിക്ക് ഉള്ളിൽ കണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോടതിയിൽ പ്രതികളെ എത്തിച്ചു കഴിഞ്ഞു. പോലീസിന്റെ കനത്ത സുരക്ഷയുണ്ട്.
നേരത്തെ നാം പറഞ്ഞതുപോലെ പ്രതികളുടെ ബന്ധുക്കൾ ഒപ്പം ഈ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ബന്ധുക്കളടക്കം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അല്പസമയത്തിനകം, അതായത് ഏതാണ്ട് 11 മണിയോടുകൂടി വാദം ആരംഭിക്കും. അവിടെ ശിക്ഷാ ഇളവ് വേണം എന്ന പ്രതികളുടെ ആവശ്യത്തിൽ മേലുള്ള വാദമായിരിക്കും ആദ്യം നടക്കുക. അത് വളരെ പെട്ടെന്ന് അവസാനിക്കാനുള്ള സാഹചര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 14 പ്രതികൾ അവരുടെ വാദമുഖങ്ങൾ, അവരുടെ അഭിഭാഷകരുടെ വാദമുഖങ്ങൾ കഴിയുമ്പോൾ ഏതാണ്ട് 12 മണിയോടുകൂടി ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ഒടുവിലാണ് ശിക്ഷ വിധിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ഈ വിധി പറയുമ്പോൾ കേരള രാഷ്ട്രീയം ഏറെ ആകാംക്ഷയോടെ, കേരളീയ സമൂഹം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താകും പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷാവിധി എന്നുള്ളത്. 10 പ്രതികൾക്കെതിരെ വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. 10 പ്രതികളെ കോടതി വെറുതെ വിട്ട പശ്ചാത്തലം കൂടിയുണ്ട്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചനയും കൊലക്കുറ്റവും തെളിഞ്ഞിട്ടുണ്ട്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം ഈ പ്രതിപട്ടികയിൽ ഉണ്ട്. 16 പേരിൽ 6 പേർ CPM-ന്റെ പ്രധാനപ്പെട്ട, 14 പേരിൽ 6 പേർ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് എന്നുള്ളതാണ്. പീതാംബരനുണ്ട്, സജി C ജോർജ് ഉണ്ട്, KM സുരേഷ് ഉണ്ട്, K അനിൽകുമാർ ഉണ്ട്, ജിജിൻ R ശ്രീരാഗ് ഉണ്ട്, A അശ്വിനുണ്ട്, സുബേഷ് മണി എന്നിവർക്കറിയാതെയാണ് ഇപ്പോൾ കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A സുരേന്ദ്രൻ, KV കുഞ്ഞിരാമൻ ഉദുമ മുൻ MLA, രാഘവൻ വെളുത്തോളി മുൻ പാക്കം ലോക്കൽ സെക്രട്ടറി, KV ഭാസ്കരൻ എന്നിവരെയും കുറ്റക്കാരായി കോടതി കണ്ടെത്തിയ പശ്ചാത്തലം ഉണ്ട്. നേരത്തെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബന്ധുക്കളുടെ, ഇവരുടെ മാതാപിതാക്കളുടെ പിതാവിന്റെ പ്രതികരണം ലഭ്യമായിരുന്നു ശരത് ലാലിന്റെയും കൃപേഷിന്റെയും. ഇതിൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കനത്ത ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശരത് ലാലിന്റെ കുടുംബം. ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ ഇപ്പോഴും പുറത്തുണ്ട്. കേസിൽ വെറുതെ വിട്ടവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നതായും ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ ന്യൂസ് 18നോട് പറഞ്ഞു.